പ്രിയപ്പെട്ടവരെ, നിങ്ങളെ ബാധിച്ചിരിക്കുന്ന പ്രശ്നം അത് ധനപരമാകട്ടെ, കുടുംബപരമാകട്ടെ, തൊഴിൽ സംബന്ധിയായിട്ടുള്ളതാകട്ടെ, വസ്തുപരമായിട്ടുള്ളതാകട്ടെ, വാസ്തുപരമായിട്ടുള്ളതാകട്ടെ, അല്ലെങ്കിൽ ആരോഗ്യപരമായിട്ടുള്ളതാകട്ടെ, ചില നെഗറ്റീവ് ശക്തികളുടെ കാരണം ആകട്ടെ, ചില കൂടോത്ര ദുഷ്വിനകളൊക്കെ ഉണ്ടല്ലോ, അതുമൂലമാകട്ടെ, കാര്യം എന്തായാലും ശരി, ആ പ്രശ്നങ്ങളുടെ തീവ്രത കുറച്ചു കൊണ്ടുവരാനും ചില പ്രശ്നങ്ങളെ വേരോടെ തന്നെ പിഴുതു മാറ്റാനും കഴിയുന്ന മഹത്തരമായിട്ടുള്ള ഒരു കാര്യമാണ് ഞാനിന്ന് പറഞ്ഞുതരാൻ പോകുന്നത്. ഒട്ടും തന്നെ ചിലവില്ല. നമ്മൾ ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കുമ്പോൾ അറിയാം, പൂജാ ചിലവുകളും മറ്റുള്ള കാര്യമായിട്ട് ഒരുപാട് ധനച്ചിലവ് പലപ്പോഴും വന്നുകൂടാറുണ്ട്. എന്നാൽ ഇവിടെ ആട്ടെ ഒട്ടും തന്നെ ചിലവ് നമുക്കിതിൽ വേണ്ടി വരുന്നില്ല. വെറും 3 തുളസികളുടെ ആവശ്യമേ നമുക്കുള്ളൂ. നമ്മുടെ വീട്ടിലും നമ്മുടെ പറമ്പുകളിലൊക്കെ തുളസി ധാരാളം മുളച്ച് പൊങ്ങാറുണ്ടല്ലോ. നമ്മൾ കുറച്ചൊക്കെ നട്ടുപിടിപ്പിക്കാറുണ്ട്. പല ഭാഗത്തായിട്ട് തുളസി നട്ടുപിടിപ്പിച്ചാലുള്ള ഗുണങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് പല വീഡിയോകളിലായിട്ട് നിങ്ങൾക്ക് അതിൻ്റെ നേട്ടങ്ങളെക്കുറിച്ച് അറിയാമായിരിക്കും. ഇന്ന് ഞാൻ പറഞ്ഞു തരുന്നത്, ഇവിടെ 3 സ്ഥാനത്ത് നിങ്ങൾ തുളസി, അത് 2 കൃഷ്ണ തുളസി, 1 വെള്ള തുളസിയും യഥാവിധിയിൽ നടാമെങ്കിൽ വീടിനുള്ളിലേക്ക് ഊർജപ്രസരണം നന്നായിട്ടുണ്ടാവുകയും നെഗറ്റീവുകളെ അത് കൃത്യമായ രീതിയിൽ പുറത്തേക്ക് തള്ളുകയും ചെയ്യും. അതോടുകൂടി തന്നെ നമ്മുടെ വീടിൻ്റെ ഊർജ്ജനില, പോസിറ്റീവായ തരംഗങ്ങളെല്ലാം വർദ്ധിച്ചു വരും. അത് നമ്മുടെ ജീവിതത്തിന് വളരെ ഗുണം ചെയ്യും. മാത്രമല്ല, അവിടെ വസിക്കുന്നവരുടെ ആ ഊർജ്ജനിലയിൽ നല്ല മാറ്റം ഉണ്ടാകും. പോസിറ്റീവായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അവരുടെ ലൈഫിൽ സംഭവിക്കും. പക്ഷേ ഈ 3 സ്ഥാനങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞ് കൃത്യമായ രീതിയിൽ തന്നെ അത് ചെയ്യണം എന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അത് പൂർണ്ണമായിട്ട് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. നമസ്കാരം, ഞാൻ RJ അയ്യർ ഹരിചന്ദന മഠം. ഹൈന്ദവ ആചാര സംബന്ധമായ, ജ്യോതിഷ, മോട്ടിവേഷൻ സംബന്ധമായ ഒട്ടേറെ കാര്യങ്ങൾ മനസ്സിലാക്കി തരുന്ന ഒരു വാട്സപ്പ് ചാനൽ നമുക്കുണ്ട്. ഇതിൻ്റെ കീഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിലൂടെ ചാനലിൽ പ്രവേശിച്ചാൽ നിങ്ങളുടെ പിറന്നാളിന്, നിങ്ങളുടെ കുടുംബ അംഗങ്ങളുടെ പിറന്നാളിന് സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനകൾ നടത്തി കിട്ടുന്നതാണ്. അപ്പോൾ തുളസി നടണമെന്ന് പറഞ്ഞല്ലോ, അത് എവിടേക്കാണെന്ന് പറഞ്ഞാൽ, 1 കിഴക്ക്, 2 തെക്ക് കിഴക്ക്, 3 വടക്ക് കിഴക്ക്. ഇതിൽ കിഴക്കും തെക്ക് കിഴക്കും നമ്മൾ കൃഷ്ണ തുളസിയാണ് നടേണ്ടത്, ചുവന്ന തുളസി. വടക്ക് കിഴക്ക് നടേണ്ടത് വെള്ള തുളസിയാണ്. ഇങ്ങനെയാണത് നടേണ്ടത്. നമുക്കത് നിലത്ത് കുഴിച്ച് സാധാരണ ചെടി നടും പോലെ അതിനെ നടാം, അല്ലെങ്കിൽ നമുക്ക് ചെടിച്ചട്ടിയിൽ ഇതിനെ വയ്ക്കാം. അപ്പോൾ ഈ സ്ഥാനങ്ങൾ ഇങ്ങനെ തന്നെ ആക്കി വയ്ക്കുമ്പോഴാണ്, ഈ തുളസിയുടെ രീതി ഇങ്ങനെ തന്നെ ആക്കി വയ്ക്കുമ്പോഴാണ് അതിൻ്റെ നേട്ടങ്ങൾ വരിക. ഇനി ഇത് മാത്രം ചെയ്ത പോലെ ചെറിയ ചില കാര്യങ്ങൾ കൂടി ഇതിനോടൊപ്പം ചെയ്യണം. അത് ഇതിൻ്റെ ഫലത്തെക്കുറിച്ചൊന്ന് ജസ്റ്റ് പറഞ്ഞതിന് ശേഷം അതെങ്ങനെയാണെന്ന് വിശദമാക്കാം. അപ്പോൾ തുളസി ഇങ്ങനെ നടുന്നതിൽ ആദ്യത്തെ ഗുണമെന്ന് പറഞ്ഞാൽ ലക്ഷ്മി സാന്നിധ്യം വർദ്ധിക്കുക എന്നുള്ളതാണ്. അതെ, തുളസിയിൽ അടങ്ങിയിരിക്കുന്ന വിഷ്ണു ലക്ഷ്മി സാന്നിധ്യമാണല്ലോ. അപ്പോൾ ഈ ഒരു ഊർജ കേന്ദ്ര രീതിയിൽ നമ്മൾ നടുമ്പോൾ വീട്ടിനകത്തേക്ക് ലക്ഷ്മിയുടെ സാന്നിധ്യം വർദ്ധിച്ചു വരും. ലക്ഷ്മിയുടെ സാന്നിധ്യം കൂടി വരുമ്പോൾ എന്താണ് സംഭവിക്കുക? വീട്ടിൽ ധനപരമായിട്ടുള്ള മേന്മ ഉണ്ടാവും, ഐശ്വര്യത്തിൻ്റെ വർധനവ് ഉണ്ടായി വരും എന്നുള്ളതാണ്. ഐശ്വര്യമാണ് നിദാനം. ഐശ്വര്യം എന്ന് പറഞ്ഞാൽ ധനം മാത്രമല്ല, ആ വീട്ടിലെ സന്തോഷം, സമാധാനം, അങ്ങനെയുള്ള അവസ്ഥകൾ കൂടുതലായിട്ട് വന്നു കൂടും എന്നുള്ളതാണ്. അപ്പോൾ ലക്ഷ്മി സാന്നിധ്യം പൂർണ്ണമായിട്ട് കിട്ടുന്നതിന് ഇത് ഗുണപ്രദമാണ്. രണ്ടാമത്തെ കാര്യം, ധനക്ലേശത്തിന് അറുതി വരും എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ തൊട്ടുമുമ്പേ പറഞ്ഞു, ലക്ഷ്മി സാന്നിധ്യം ഉള്ളതുകൊണ്ട് ധനം വരവുണ്ടാവും എന്നുള്ളത്. പക്ഷെ ധനത്തിൻ്റെ ക്ലേശം വരുന്നത്, ലക്ഷ്മി ഉണ്ടായാലും ചിലപ്പോൾ ധനത്തിൻ്റെ ക്ലേശമുണ്ട്. ചില വ്യക്തികളെ കണ്ടിട്ടില്ലേ, അവരുടെ കയ്യിൽ ധനം വരുന്നുണ്ട്, പക്ഷെ ചിലവ് കൂടിക്കൊണ്ടേയിരിക്കുന്നു. 2 രൂപ വരുമ്പോൾ 8 രൂപയുടെ ചിലവ് എന്നുള്ള രീതിയിലുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. ഇവിടെ ഒരു കേന്ദ്രീകൃത ഊർജ്ജം ഇങ്ങനെ ചുറ്റിപ്പടർന്ന് സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ വീടിനകത്ത് വിപരീത ഗുണങ്ങളുടെ ഒരു ക്ലൻസിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനെ പുറത്തേക്ക് തള്ളിവിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചെലവ് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന വീടുകളിൽ അതിൻ്റെ ചെലവ് കുറച്ചു കൊണ്ടുവരാൻ ഇത് വളരെ ഗുണകരമായിട്ട് കാണുന്നുണ്ട്. മൂന്നാമത്തത്, വീട്ടിലെ ഊർജ്ജനില ഗുണപ്രദമാകുമെന്നുള്ളതാണ്. ഇതിന് ഈ വീട്ടിലെ ഊർജ്ജനില ഗുണപ്രദമാക്കുന്നതിന് ഏറ്റവും പങ്കുവഹിക്കുന്നത് ഇതിലെ വടക്ക് കിഴക്ക് ഭാഗത്തെ തുളസി ചെടിയാണ്. ഈ ചെടി ചിലപ്പോൾ 2 എണ്ണം നിന്നിട്ട് അത് എന്തെങ്കിലും തരത്തിൽ നശിച്ചു പോയാൽ നമ്മുടെ ഊർജ്ജനിലകളെല്ലാം വീണ്ടും മോശമായി തുടങ്ങും. അതുകൊണ്ട് ആ ഭാഗത്തെ തുളസി ഒരു തരത്തിൽ വാടിപ്പോയി കരിഞ്ഞു പോവുക അങ്ങനെയുള്ള ചെയ്യരുത്. ചെറുതായിട്ട് അതൊന്ന് മോശപ്പെട്ട് വരികയാണെങ്കിൽ പോലും നമ്മളതിനെ വേറെ തുളസി അവിടെ കൊണ്ട് നട്ട് ആ ഊർജ്ജം
ക്രമീകരിക്കണം. എങ്കിലേ ആ നമ്മുടെ വീട്ടിലുണ്ടായ സന്തോഷവും സമാധാനവും ഒക്കെ നിലനിർന്നോളൂ. കാര്യം പല വീടുകളിലും കിടന്ന് ഉറങ്ങാൻ പലർക്കും പറ്റില്ല. വീട്ടിൽ ചെന്ന് കയറിയാൽ ഉടനെ തന്നെ കുറേയധികം നെഗറ്റീവുകൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. വീട്ടിൽ നിൽക്കാൻ തോന്നില്ല, എപ്പോഴും കലഹം, വീട്ടിനകത്ത് എപ്പോഴും രോഗദുരിതങ്ങൾ, ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ഒരു രീതിയിൽ തുളസി നടുന്നത് ഇവർക്ക് വളരെ ഗുണകരമാകും. നാലാമത്തെ കാര്യമാണ് ദൃഷ്ടിദോഷം. ഇത് കിഴക്ക് ഭാഗത്തെ തുളസിയിൽ നിന്നാണ് ആ ദൃഷ്ടിദോഷത്തെ ഒഴിവാക്കുന്നതിനുള്ള ഊർജം കൂടുതലായിട്ട് ലഭിക്കുക. കാര്യം വീടുകളിലെ ദൃഷ്ടിദോഷം മാറാൻ പല വിധത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യാറുണ്ട്. അതിൽ ഒന്നാണിത്. ആ പല മാർഗങ്ങളും ഗുണപ്രദമായിട്ടുള്ള കാര്യം തന്നെയാണ്. ഇവിടെ ദൃഷ്ടി ഗണപതി വയ്ക്കാറുണ്ട്, ദൃഷ്ടിമുഖ ഗണപതി വയ്ക്കാറുണ്ട്, അല്ലാതെ പലതരത്തിലുള്ള യന്ത്രങ്ങളൊക്കെ നമ്മൾ വീടുമായി ബന്ധപ്പെട്ട ദൃഷ്ടി മാറാൻ വേണ്ടിയിട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ എല്ലാവർക്കൊന്നും ചിലപ്പോൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യാനുള്ള സാമ്പത്തിക ശേഷിയോ മറ്റൊന്നും ഉണ്ടാവുകയില്ല. അപ്പം അവരുടെ വീട്ടിലും ദൃഷ്ടി ബാധിക്കാതിരിക്കണമല്ലോ. അതിന് പ്രധാനപ്പെട്ട ഒരു രീതിയാണ് ഈ തുളസി ഇങ്ങനെ നടുക എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ വീട്ടിലെ ദൃഷ്ടി ദോഷങ്ങൾ കുറഞ്ഞു നമ്മുടെ ഉയർച്ചകളിലെ തടസ്സങ്ങൾ മാറിക്കിട്ട് തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട പ്രയാസങ്ങൾ അകന്നു പോകും. അങ്ങനെയൊക്കെയുള്ള ഗുണങ്ങളെ സമ്മാനിക്കുന്നതാണ്. അഞ്ചാമത്തെ കാര്യമാണ് മാനസിക ശാന്തി നിറയുമെന്നുള്ളത്. ഇത് തെക്ക് കിഴക്ക് ഭാഗത്തുള്ള തുളസിയുടെ ഒരു പ്രാധാന്യം കൊണ്ടാണ് ഈ മാനസിക നിലയിലുള്ള ഊർജ്ജം കിട്ടുക. ചിലർക്ക് ഭയങ്കര സ്ട്രെസ്സാണ്, പല കാര്യങ്ങൾ കൊണ്ട് ഇവർക്ക് നേരെ ചൊവ്വേ കിടക്കപ്പുറതിയില്ല, ഇരിക്കപ്പുറതിയില്ല എന്നുള്ളൊരവസ്ഥയാവും. അവർക്ക് എല്ലാത്തിലും ചിന്താക്കുഴപ്പങ്ങളാവും. ഇങ്ങനെ തുളസി നട്ട് ഇനി ഞാൻ പറയുന്ന രീതിയിൽ പരിപാലിക്കാമെങ്കിൽ നിങ്ങൾക്ക് ആ മാനസിക അസ്വാസ്ഥ്യങ്ങൾ പതിയെ പതിയെ കുറഞ്ഞു വരും. എന്നാൽ ഒരാൾ വളരെ ഹെവി ആയിട്ടുള്ള സ്ട്രെസ് ലെവലുണ്ട്, അയാൾ മരുന്നുകളൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്, ആളിന് ഒറ്റയടിക്ക് ഇത് മാറിക്കിട്ടുമെന്നല്ല അർത്ഥം. എന്നാൽ ഇദ്ദേഹത്തിൻ്റെ മരുന്നുകളെല്ലാം കണ്ടിന്യൂ ചെയ്യുന്നവരോടൊപ്പം ഇതും കൂടെ ചെയ്തു വരുമ്പോൾ അയാൾക്ക് വളരെയധികം ശാന്തത പെട്ടെന്ന് വരും. അയാളുടെ പ്രശ്നങ്ങൾക്കൊരു സമാധാനം കിട്ടാൻ ഇതൊരു കാരണമാകും. അങ്ങനെയാണ് ഇതിന് മനസ്സിലാക്കേണ്ടത്. ആറാമത്തെ കാര്യം നല്ല ശീലങ്ങൾ ലഭിക്കും എന്നുള്ളതാണ്. നമ്മളിങ്ങനെ തുളസി നട്ടുപിടിക്കുകയാണ്, 3 ചെടിയല്ലേ എന്നുള്ള രീതിയിലല്ല. നമുക്ക് അതൊരു ശീലത്തിലേക്ക് നമ്മൾ വരുമ്പോൾ നമ്മുടെ വീട്ടിനകത്തുള്ള ചില ദുശീലങ്ങളൊക്കെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരിലെ ചില മാറ്റങ്ങളൊക്കെ സംഭവിക്കും. അവരിൽ നല്ല ശീലങ്ങൾ വർദ്ധിച്ചു വരാൻ ഇത് കാരണമാക്കും എന്നുള്ളതാണ്. ഏഴാമത്തെ കാര്യം കാര്യങ്ങൾ പുരോഗതിയിലേക്ക് വരുമെന്നാണ്. എന്തൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ തടസ്സപ്പെട്ട് കിടക്കുകയാണ്, ഒന്നും അങ്ങോട്ട് ശരിയാവണില്ല എന്ന് പരാതി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവരുടെ ദശാപരമായിട്ടുള്ള കുഴപ്പമാവാം, അവരുടെ സാമ്പത്തികപരമായിട്ടുള്ള ചില കുഴപ്പങ്ങളാവാം, അല്ലെങ്കിൽ അവർ ഏറ്റെടുത്ത കർമ്മം ശരിയല്ലാത്തതാവാം. ഇതൊന്നും നമ്മൾ വിസ്മരിക്കുന്നില്ല. അതൊക്കെ അതുണ്ടെങ്കിൽ നമ്മൾ അതിനെ ക്ലിയർ ചെയ്യുക വേണം. പക്ഷേ അവർക്ക് എല്ലാ കാര്യത്തിലും ഇങ്ങനെ തടസ്സം വന്നാൽ പറ്റുമോ? അപ്പോൾ ആ തടസ്സങ്ങളുടെ കുത്തൊഴുക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് അവരുടെ ജീവിതത്തിൽ പുരോഗതി കൈവരിക്കാൻ ഈ രീതിയിൽ തുളസി നടുന്നത് ഗുണകരമാണ്. എട്ടാമത്തെ കാര്യം ആരോഗ്യമേന്മ എന്നാണ്. ചില വ്യക്തികൾക്ക് എവിടെ കൊണ്ടുപോയി പരിശോധിച്ചാലും ഒരു രോഗവും കാണില്ല, പക്ഷെ അവർക്ക് രോഗങ്ങൾ ഇങ്ങനെ നിരന്തരം ഫീൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. ചില വീടുകളിലായിട്ട് രോഗമൊഴിഞ്ഞ സമയമില്ല, എപ്പോഴും രോഗാവസ്ഥകളാണ്. അതിൻ്റെ പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ വീടിനകത്ത് എല്ലാം നെഗറ്റീവായിരിക്കും. എന്ത് കാര്യം നോക്കിയാലും പൈശാചിക ഗുണങ്ങൾ കൂടുതലായിട്ട് തിങ്ങി നിറഞ്ഞിരിക്കും. അങ്ങനെയുള്ള ചില വീടുകളിൽ നമ്മളിങ്ങനെ ചെയ്താലും അധിക ശാന്തത കിട്ടില്ല. അങ്ങനെ തുടർച്ചയായിട്ട് ശാന്തത കിട്ടാത്ത വീടാണെങ്കിൽ ആ വീട് മാറി പോകുന്നതാണല്ലേ. ചില വീടുകൾ നമുക്കറിയാം തീരെ വാസ്തു അനുയോജ്യമല്ലാത്ത വീടുകളുണ്ട്. പിന്നെ അവിടെ കടിച്ചു പോകണമെന്ന് ഞാൻ പറയില്ല. എന്നാൽ 98% വീടുകളിൽ നമ്മൾ ഈ ഒരു രീതിയിൽ തുളസി നട്ടുപിടിപ്പിച്ച് ഇനി ഞാൻ പറയാൻ പോകുന്ന കർമ്മങ്ങളും കൂടി ചെയ്തു കഴിഞ്ഞാൽ അവിടെ ശാന്തി, സമാധാനവും ഐശ്വര്യമൊക്കെ വർദ്ധിച്ചു വരുന്നതായിട്ട് കാണാം. 9ാമത്തെ കാര്യമാണ് ആത്മവിശ്വാസവും സുരക്ഷിതത്വ ബോധവും വർദ്ധിച്ചു വരിക എന്നുള്ളത്. 3 തുളസി ഇടുമ്പോൾ ഇതൊക്കെ കിട്ടിയാൽ എന്ത് വലുതാണ്. ശരിയാണ് കേട്ടോ, നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ. നിങ്ങളുടെ ഒരു ആത്മവിശ്വാസത്തിൻ്റെ തോത് വർദ്ധിക്കും. ഇത്രയും നാളും ഇല്ലാത്ത പോലെ കുറച്ച് വെളിച്ചങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് വരുന്നു, കുറേയധികം ചിന്തകളിൽ മാറ്റം വരുന്നു, നമുക്ക് കോൺഫിഡൻസ് ലെവൽ വർദ്ധിക്കുന്നു, നമുക്കൊരു സുരക്ഷിതത്വ ബോധം, ദൈവം നമ്മെ സംരക്ഷിക്കാൻ കൂടെയുണ്ട്, അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ കൂടെയുണ്ട് എന്നുള്ളൊരു ഉറച്ച വിശ്വാസം നമുക്ക് വരുന്നു. ഇതൊക്കെ ജീവിതത്തിൽ വലിയ കാര്യമല്ലേ. ഇതെല്ലാം ഇവിടെ സംഭവിക്കുന്നു. അപ്പോൾ ഈ രീതിയിൽ തുളസി നട്ടാലുള്ള ഏതാനും ഗുണങ്ങളെക്കുറിച്ചാണ് ഞാനിവിടെ പറഞ്ഞത്. ഇനിയും ഉണ്ട് ഒരുപാട് നേട്ടങ്ങൾ. ഇനി ഇത് നടുമ്പോഴുള്ള രീതിയെ പറഞ്ഞുതരാം. അതായത് പുലർച്ചെ സൂര്യോദയത്തിന് മുമ്പാണ് ഇത് നടേണ്ടത്. സൂര്യ അസ്തമിച്ചതിന് ശേഷം ഒരിക്കലും ചെയ്യരുത് വൈകുന്നേരം. അപ്പോൾ ഇത് ഇങ്ങനെ നടുന്നതിന് മുമ്പ് ഇതിൻ്റെ ഏറ്റവും ചുവട് ഭാഗത്ത് ചാണകം ഇടണം. അതിന് തൊട്ടു മുകളിൽ ഇച്ചിരി ഭസ്മം, നമ്മുടെ ക്ഷേത്രത്തിൽ നിന്ന് കിട്ടുന്ന ഭസ്മോ അല്ലാതെയുള്ള കുറച്ച് ഭസ്മം അതിനകത്തേക്ക് ഇടണം. പിന്നീട് ചെയ്യേണ്ടത് ആറ്റുമണലില്ല, ഇങ്ങനെ വെള്ളമണൽ, അതൊരൽപ്പം അകത്തേക്ക് ഇടണം. എന്നിട്ടാണ് നമ്മൾ ഈ തുളസി നടേണ്ടത്. 3 ഭാഗത്തും തുളസി നടുമ്പോൾ
ഇത് വ്യക്തമായിട്ട് ചെയ്യണം. ആറ്റുമണൽ എന്ന് പറഞ്ഞാൽ കുറച്ച് മതി, എന്നിട്ട് മണ്ണിടുക. ഇങ്ങനെയാണ് അത് നടേണ്ടത്. എന്നിട്ടോ 7 ദിവസം തുടർച്ചയായിട്ട് ഇതിൽ ചാണകവെള്ളം ഒഴിക്കണം. എല്ലാ ഏകാദശികളിലും ചാണകവെള്ളം ഒഴിക്കണം. വെള്ളിയാഴ്ച ദിവസം രാവിലെ മഞ്ഞൾ കലർന്ന വെള്ളത്തിൽ അല്പം മഞ്ഞൾ ഇട്ടിട്ട് അതും ഈ തുളസികളുടെ എല്ലാം ചുവട്ടിൽ തളിക്കുകയോ ഒഴിക്കുകയോ ചെയ്യണം. ഇങ്ങനെയാണ് ഇതിനെ പരിപാലിക്കേണ്ടത്. ഈ ഊർജ്ജധാര വർദ്ധിച്ചു വരാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ ക്രിയകളും കൂടെ ആവശ്യമാണ് എന്നുള്ളതാണ്. പിന്നെ ഒന്നറിയേണ്ടതെന്ന് പറഞ്ഞാൽ ഈ തുളസി ചിലർക്കാണെങ്കിൽ നട്ടുപിടിപ്പിച്ചാൽ പെട്ടെന്ന് തന്നെ ഏതെങ്കിലും ഒന്നങ്ങ് നശിച്ചു പോകും. 3 ഒരേപോലെ നിൽക്കില്ല. ഒരു 3 വട്ടത്തിൽ കൂടുതൽ ഈ തുളസി നിങ്ങൾ നട്ടുപിടിപ്പിച്ചിട്ട് അതങ്ങ് നശിച്ചു പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാവണമെങ്കിൽ കൃത്യമായിട്ട് ഒരു ആചാര്യൻ്റെയോ അസ്ട്രോളജറുടെയൊക്കെ ഒരു സേവനം എടുത്തിട്ട് ഇത് എന്തുകൊണ്ട് നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ സംഭവിക്കുന്നു നോക്കണം. കാരണം ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങൾ വീട്ടിനകത്ത് നിലകൊള്ളുമ്പോൾ ഇത്തരം കാര്യങ്ങളൊന്നും നമുക്ക് ആ കർമ്മമൊന്നും ചെയ്യാൻ പറ്റില്ല. അതിനു മുമ്പ് തന്നെ ഈ തുളസി അത് നശിപ്പിച്ച് കളയും. അപ്പോൾ അവിടെ പിന്നെ നമ്മൾ ക്രിയാപദ്ധതികൾ വേറെ തരത്തിൽ ചെയ്യേണ്ടി വരും. അപ്പോൾ ഒരു 90% പേർക്ക് ഇത് മാറിക്കിട്ടുമെങ്കിൽ ഒരു 10% പേരിൽ ഇത്തരം ഒരു ഇത് ഉണ്ടായി വന്നേക്കാം. അതുകൊണ്ട് തന്നെ അങ്ങനെ തുളസി എല്ലാം മുളച്ച് വരുന്നില്ല, ഭംഗിയായി വരുന്നില്ല. 2 വാടി പോകുന്നു, 1 നട്ടുപിടിപ്പിച്ച് കഴിയുമ്പോൾ മറ്റത് നശിച്ചു പോകുന്നു. ഇങ്ങനെ ഒരു അവസ്ഥ വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരാളുടെ സേവനം നിങ്ങൾ എടുക്കേണ്ടി വരും. അപ്പോൾ ഇന്നത്തെ വീഡിയോ പൂർണ്ണമാവുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ ഇതിൻ്റെ കീഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ഇതിൻ്റെ കീഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേര്, നിങ്ങളുടെ വയസ്സ്, നിങ്ങളുടെ നക്ഷത്രം ഇവ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന പൂജാ പ്രാർത്ഥനകളിൽ നിങ്ങളെ ഉൾക്കൊള്ളിക്കുന്നതാണ്. 1 മാസത്തേക്കായിരിക്കും ഇപ്രകാരം ചെയ്യുന്നത്. കൂടുതലായിട്ട് വേണമെന്നുള്ളവർ ഇനി തൊട്ട് ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയുടെ കീഴിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഇങ്ങനെ കൊടുത്താൽ മതി. അതിന് വേണ്ടിയിട്ട് ഇതുവരെയ്ക്ക് ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അതൊന്ന് ചെയ്യാനും ഈ വീഡിയോ ഒന്ന് ലൈക്ക് കൂടി ചെയ്യാനും കൂടി താല്പര്യപ്പെടുന്നു. ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ്. ജ്യോതിഷപരമായിട്ടും പൂജാപരമായിട്ടുള്ള അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് ഇത് നൽകിയിരിക്കുന്നത്. നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല. നിങ്ങളുടെ പേര്, നിങ്ങളുടെ സ്ഥലം ഇവ രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുമ്പോൾ അഡ്മിനൊരു മാർഗ്ഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ്. ആ മാർഗ്ഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ്. അപ്പോൾ മറ്റൊരു വിശേഷമായിട്ട് വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം. നിങ്ങളുടെ സ്വന്തം RJ ഹരിചന്ദ്ര മഠം. നമസ്തേ.